ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളെല്ലാവരും ദൈവതിരുസന്നിധിയിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ജീവിതത്തിലെ ഭൗതിക ആവശ്യങ്ങൾ ദൈവതിരുസന്നിധിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ചില വ്യക്തികളുടെ പ്രാർത്ഥനകൾ, അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അവരുടെ പ്രാർത്ഥനയിൽ അവർ സമർപ്പിക്കുമ്പോൾ അത് ദൈവം കേൾക്കാൻ ഒത്തിരി താമസിച്ചു പോവുകയാണ്. ചോദിക്കുന്ന പാടൊന്നും അത് കിട്ടുന്നില്ല. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷമൊക്കെയാണ് ദൈവം അതിനൊരു മറുപടി കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ചില വ്യക്തികളുടെ പ്രാർത്ഥനകൾ ദൈവതിരുസന്നിധിയിൽ കേൾക്കപ്പെടുന്നില്ല. രണ്ടാമത്തത്, ചില വ്യക്തികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ ഒത്തിരി താമസിച്ചു പോവുകയാണ് അല്ലെങ്കിൽ വൈകിപ്പോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവതിരുസന്നിധിയിൽ പെട്ടെന്ന് കേൾക്കപ്പെടുവാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവതിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ട് ദൈവം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു വലിയ ഒരു കാര്യമുണ്ട്. ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യത്തിലാണ് നമ്മുടെ ആത്മീയത നിലനിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നാണ് സങ്കീർത്തനങ്ങൾ 116 അധ്യായത്തിൻ്റെ 1-ാം തിരുലിഖിതം നമുക്ക് പറഞ്ഞു തരുന്നത്. വചനം പറയാണ്, ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അവിടുന്ന് ശ്രവിച്ചു. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ പ്രാർത്ഥനയുടെ സ്വരം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളുടെ ആ സ്വരം ദൈവത്തിരുസന്നിധിയിൽ എത്തപ്പെടണമെങ്കിൽ നമ്മൾ ആത്യന്തികമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിട്ടല്ല മാറേണ്ടത്. അല്ലെങ്കിൽ ഒത്തിരി നേർച്ചകൾ നേർന്ന് ഒത്തിരി ഉപവസിച്ച്, അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാന കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലോ പോയി പ്രാർത്ഥിക്കുകയല്ല ഏറ്റവും പ്രാധാന്യമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ആത്യന്തികമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരായിട്ട് മാറണം. കർത്താവിനെ സ്നേഹിക്കുന്നവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്ന ആ അവസ്ഥ നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആത്മീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിലാണ്. ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് ദൈവിക പദ്ധതികൾ ഒരു തടസ്സവും കൂടാതെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇനി കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ എന്നെങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും? പ്രിയപ്പെട്ടവരെ, ഒറ്റ വഴിയേ ഉള്ളൂ. കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം ഇപ്രകാരമാണ്: നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ അത് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ആത്മീയ ജീവിതത്തിലെ, പ്രാർത്ഥനാ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു തടസ്സവും കൂടാതെ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കാനുള്ള വലിയൊരു അനുഗ്രഹം, ആ ഒരു അഭിഷേകം നമുക്ക് ലഭിക്കുന്നതിനായിട്ട് കർത്താവിൻ്റെ തിരുസന്നിധി നമുക്കൊന്ന് ഒരു ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം.